Hello friends, welcome back to my channel Jazz World. ഇത് ന്യൂബീന നഴ്സറി ആൻഡ് ഗാർഡൻസ്. നമ്മുടെ ന്യൂബീന നഴ്സറി ആൻഡ് ഗാർഡൻസിലെ CC പോർഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻഡോറിൽ വെക്കുന്ന CC പ്ലാന്റ്സ്. ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പറയാറുണ്ട്, ഞങ്ങൾ ഇൻഡോർസിൽ വെക്കുന്ന CC പ്ലാന്റുകൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചീത്തയായി പോകുന്നു, എന്താണെന്നറിയില്ല, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് പറയാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് അത് ഇൻഡോറിൽ വെക്കുന്ന CC പ്ലാന്റിന് നിങ്ങൾ ചെയ്യേണ്ട 5 കാര്യങ്ങൾ, അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഡോറിൽ എപ്പോഴും ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ, അതിപ്പോൾ CC ആയിക്കോട്ടെ ഏതൊരു പ്ലാന്റ് ആവട്ടെ, നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ സൺലൈറ്റ് ഉള്ളിടത്ത് വേണം പ്ലാന്റിന് സെറ്റ് ചെയ്യാൻ. വീടിനകത്ത് എപ്പോഴും സൺലൈറ്റ് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്ത് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്യണം. അങ്ങനെ ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീക്ക്ലി വൺസ് ഈ പ്ലാന്റിനെ എടുത്തൊന്ന് പുറത്ത് വെക്കുക. അത് നല്ലതായിരിക്കും. സൺലൈറ്റ് ഇല്ലാതെ പ്ലാന്റ്സിന് അതിജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൺലൈറ്റ് ഉള്ളിടത്ത് വേണം പ്ലാന്റിനെ പ്ലേസ് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാന്റ്സ് അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ട്, നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് ഇണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയൊരു പോട്ടി മിക്സ് വെച്ച് നമ്മളൊന്ന് റീപോട്ട് ചെയ്തിട്ടാണ് വെക്കുന്നതെങ്കിൽ അത് നന്നായിരിക്കും. അതായത് ആ പോട്ടി മിക്സ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിലെത്ര വെള്ളം വേണം, എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു അറിവുണ്ടായിരിക്കും. അല്ല എങ്കിൽ അവർ റീസെൻ്റ്ലി നഴ്സറിക്കാർ റീസെൻ്റ്ലി റീപോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പ്രശ്നമില്ല, നമുക്കത് അങ്ങനെ തന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെർട്ടിലൈസിങ്, വളം. അത് നമ്മൾ ഫെർട്ടിലൈസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 15 ദിവസമാണ് ഫെർട്ടിലൈസിങ്ങിൻ്റെ കാലാവധി പറയുന്നത്. നമുക്ക് 15 ദിവസത്തിലൊരിക്കൽ വളം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മന്ത്ലി വൺസ്, ഒരു മാസത്തിലൊരിക്കലെങ്കിലും പ്ലാന്റ്സിന് വളം കൊടുക്കുക. അത് പ്ലാന്റ് നല്ല ബുഷിയായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. ഇനി നാലാമത്തെ കാര്യം ഫംഗിസൈഡ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്, അത് കൊടുക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ള പ്ലാന്റ്സിന് ആവശ്യത്തിന് മെഡിസിനൽ സപ്പോർട്ടും നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ചെയ്താൽ മാത്രമേ പ്ലാന്റ്സിന് വരാനുള്ള അസുഖങ്ങളിൽ നിന്നും അതിലുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പ്ലാന്റ് റിക്കവർ ചെയ്തു വരും. ഇതിൽ അഞ്ചാമത്തെയും ഏറ്റവും മെയിനായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ CC പ്ലാന്റൊക്കെ വീടിനുള്ളിൽ, CC പ്ലാന്റ് എന്നല്ല ഏതൊരു ഇൻഡോർ പ്ലാന്റും നമ്മൾ വീട്ടിനുള്ളിൽ വെക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, വീടിനുള്ളിലല്ലേ, നമ്മുടെ കൺമുന്നിലല്ലേ പ്ലാന്റ് ഇരിക്കുന്നത്, നമ്മളെപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ പ്ലാന്റിന് വെള്ളം കൊടുക്കും. രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം കൊടുക്കും. വീടിനകത്തിരിക്കുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്രയും വെള്ളം ആ പ്ലാന്റിന് ആവശ്യമുണ്ടായിരിക്കില്ല. അതിങ്ങനെ പ്ലാന്റിനടിയിൽ കെട്ടിക്കിടന്ന് പ്ലാന്റ് അഴുകിപ്പോകാൻ സാധ്യതയുണ്ടാകും. അതുകൊണ്ട് തന്നെ CC പ്ലാന്റിന് പ്രത്യേകിച്ച് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതുകൊണ്ട് വാട്ടറിങ് ആണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഒരു വീക്കിലി വൺസോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ മാത്രം മതിയാവും CC പ്ലാന്റിന് വെള്ളം കൊടുക്കേണ്ടത്. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇൻഡോർ പോട്ടൊക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ CC പ്ലാന്റ് വെച്ചിട്ടുള്ളത് എങ്കിൽ വീക്ക്ലി പ്ലാന്റ് എടുത്ത് മാറ്റി വെള്ളമൊക്കെ പുറത്തൊഴിച്ച് കളഞ്ഞ് വീണ്ടും സെറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡോറിൽ CC പ്ലാന്റിന് കെയറിങ് കൊടുക്കേണ്ട 5 കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ന്യൂബീന നഴ്സറിയുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇനിയും ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Bye.